പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവിന് വിപരീതമായി ഈ ഫോക്കസ് ഔട്ട് പരിപാടിക്ക് ഒരു ഇൻട്രോ ഉണ്ട്. കാരണം ഇന്ന് ഈ പരിപാടി അത്രയധികം പ്രധാനപ്പെട്ടതാണ്. ഞങ്ങളുടെ സാധാരണ ഫോക്കസ് ഔട്ടിൽ ഒരു ദിവസം വൈകിട്ട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. കാരണം ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. MR അജിത് കുമാറിന് രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിന്, കേസ് ഫയൽ തിരുത്തിയതിന്, കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയതിന്, ഇത്രയും കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് DGP നൽകിയ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് സസ്പെൻഷൻ വന്നിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഏറ്റവും അധികം കേരളത്തിലെ ഓരോ ജനതയോടൊപ്പം ഏറ്റവും അധികം അഭിമാനത്തോടെയാണ് മറുനാടൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം മറുനാടൻ മലയാളിയെ ഏറ്റവും അധികം ദ്രോഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ, അതിലൊക്കെ ഉപരി ഈ നാട്ടിലെ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി മാറിയ ഒരു ഉദ്യോഗസ്ഥൻ, ക്രമസമാധാന പാലന ചുമതലയിൽ ഇരുന്നു കൊണ്ട് ഈ സംസ്ഥാനത്ത് ചെയ്തു കൂട്ടണ്ടാത്ത കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൂട്ടിയ ഒരു ഉദ്യോഗസ്ഥനാണ്. ഒടുവിൽ അയാളും അനിവാര്യമായ വിധി നേരിടുകയാണ്. ഇല്ലാത്ത കുറ്റകൃത്യം ചെയ്തു എന്ന് കാട്ടി ADGP P വിജയനെ സസ്പെൻഡ് ചെയ്ത MR അജിത് കുമാർ, ഇപ്പോൾ ഇതാ അജിത് കുമാറിന് സസ്പെൻഷൻ അനിവാര്യമായിരുന്നു. അക്കാര്യത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. മറുനാടൻ മലയാളി, ഏഷ്യാനെറ്റും പോലെയുള്ള മാധ്യമങ്ങളാണ് ഇതിന് പിന്നാലെ നിന്നത്. ഈ കേസ് അട്ടിമറിയുടെ വക്കോളം എത്തിയതാണ്. ഞങ്ങൾ നിരന്തരമായി വാർത്തകൾ ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ കേസ് ലൈവായി നിന്നതും ഗവൺമെന്റ് നടപടിയെടുക്കാൻ നിർബന്ധിതനായി തീർന്നു. നമുക്ക് നമ്മുടെ ഒരു പഴയ കാലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വിശ്വാസിയാണ്. അയ്യപ്പൻ കലിയുഗ വരദനാണ്. അതെ, ഇന്ന് അദ്ദേഹം 2 പേർക്ക് പണി കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ട്രാക്ടറിൽ കയറി തലേ ഷീറ്റിട്ടുണ്ട് പോയി അവിടെ സകല വൃത്തികേട് കാണിക്കാൻ നേതൃത്വം കൊടുത്ത, ഭക്തന്മാരെ ഓടിച്ചിട്ട് അടിക്കാൻ വരെ നേതൃത്വം കൊടുത്ത ഒരാൾക്ക് ഇങ്ങോട്ട് വീട്ടിൽ പോയിരിക്കാം. മറ്റേ ഇതാണ് സ്വർണ്ണമോഷണത്തിന് കൊട പിടിച്ചു കൊടുത്ത ആള് ഇന്ന് നേരെ PS പ്രശാന്ത് ഇന്ന് ജയിലിലെ കിടക്കുകയുള്ളൂ. ഇത് രണ്ടും എന്താണ് പറയുന്നത്, ഒരു പരസ്പര പൂരകങ്ങളാണ്. അതെ, ഇത് രണ്ടും ഒരേ ദിവസമായത് യാദൃച്ഛികമായിരിക്കും. എന്താണെങ്കിലും നമുക്കറിയാം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനം നമുക്കറിയാം. 2 സാധുക്കളായ യുവാക്കളുടെ തല അടിച്ചു കീറിയ സംഭവമാണ്. മരിക്കാൻ പോലും കാരണമായേക്കാവുന്ന രീതിയിലാണ് മർദ്ദനമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും ക്രൂരനായ, ഈ നാട് കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിക്ക് വേണ്ടി രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് രാജാവിന് തിന്നുന്ന മന്ത്രി ഈ പാവപ്പെട്ട ചെറുപ്പക്കാരെ തലയടിച്ചു കീറി. അന്ന് ഇയാൾ വിചാരിച്ചിരുന്നത്, ഞാൻ ഒരിക്കലും ഈ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല, പിണറായി വിജയൻ ഒരിക്കലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കളയിൽ സ്ഥാനം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവന്മാർക്ക് എല്ലാവർക്കും ദൈവം വിധിച്ചിട്ടുള്ള ശിക്ഷ തന്നെയാണ് ഇയാൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും ഈ സതീശൻ സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ചെയ്ത ഏറ്റവും മഹത്തായ കാര്യമെന്ന് ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ഈ സർക്കാരിനെതിരെ കുറ്റപ്പെടുത്തി ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അത് അനിവാര്യമായിരുന്നു. കാരണം ഈ അജിത് കുമാർ എന്ന് പറയുന്ന ഈ കാക്കിയിട്ട ക്രിമിനൽ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ നീക്കം ആഭ്യന്തരമന്ത്രി തലത്തിൽ വരെ നടക്കുകയുണ്ടായി. ഇയാൾക്ക് വേണ്ടി പല മുതലാളിമാരും രംഗത്തിറങ്ങിയിരുന്നു. പല ഈ ഇടനിലക്കാരും എല്ലായിടത്തും ചെന്ന് ഇടപെട്ട് ഇടനില നിന്ന് കാര്യം സാധിക്കുന്ന ചില ആശാന്മാരുണ്ട്. അവരെല്ലാം ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കന്മാർ ഇയാളെ സഹായിക്കാൻ എത്തിയിരുന്നു. ഏതായാലും അക്കാര്യത്തിൽ കേന്ദ്ര ഹൈക്കമാൻഡ് ഒരു കർശന നിലപാട് സ്വീകരിച്ച് കാണും എന്നാണ് നമ്മൾ കരുതുന്നത്. അതെ, ഈ അട്ടിമറിയുടെ വക്കോളം എത്തിയതാണ്, ഒരു സംശയവും വേണ്ട. തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യവസായിയാണ് ഇയാൾക്ക് വേണ്ടി അധികാരത്തിന്റെ ഇടനാഴികളിൽ വിടുപണി ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത്. ഇയാൾ എന്നെ സസ്പെൻഡ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ വീടിന്റെ ചുറ്റിന് നടക്കുകയായിരുന്നു എന്ന് ഒരു റിപ്പോർട്ട് അന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും ഒന്ന് ആലോചിക്കുക, പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ട് ഇയാളുടെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത്ര ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ റിപ്പോർട്ടിൽ, അയാളുടെ വിശദീകരണക്കുറിപ്പിൽ എഴുതി കൊടുത്തത്. നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ആ പാവപ്പെട്ട AD തോമസ് MLA-യും അതുപോലെ അജയ് ജുവൽ കുര്യാക്കോസിനെയും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ചോദിച്ചാൽ, നവകേരള സദസ് എന്ന പേരിൽ പിണറായി വിജയനും സംഘവും ചേർന്ന് നടത്തിയ ഉല്ലാസയാത്രയ്ക്ക് മുന്നിൽ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിലാണ്. ഇയാളാണ് പറഞ്ഞു വിട്ടത്, ഏതെങ്കിലും ഒരുത്തിനെ തല്ലി കൊന്നേര്, അല്ല എങ്കിൽ ഈ സമരം ഇവിടെ അവസാനിക്കും. കാരണം ഇവിടെ നടന്നത് അന്ന് ഈ സമരത്തിനെതിരെ തലതല്ലി കിറിയവന്മാരാണ് ഇന്നിപ്പോ CJP-യുടെ സമരത്തിന് സിന്ദാബാദ് വിളിക്കാനും ജനാധിപത്യ വിശ്വാസികളാണ്. അവരിന്ന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെല്ലാം സമരം നടത്തി. എന്നിട്ട് ഇതിന്റെ വേണ്ടി പറയുന്ന ആൾക്കാര് ഏതായാലും പലയിടങ്ങളിലും സമരം നടത്തിയെങ്കിൽ അത് സമരമൊന്നും വിജയിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നടത്തിയ സമരങ്ങൾ നാട്ടുകാർ കൈവയ്ക്കുന്നവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് സമരം നടത്തി അതുവഴിക്ക് പോവുകയായിരുന്നു. CJP സമരത്തെ പിന്തുണയ്ക്കുക പറയുന്നത് പോലീസ് അതിക്രമത്തെ കുറിച്ചാണ്. ഇവർക്കാർക്കും കേരളത്തിൽ ഈ 2 ചെറുപ്പക്കാരെ തലയടിച്ചു കയറിയ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പറയാനില്ലായിരുന്നു. ടൊവിനോ തോമസിനും കുഞ്ചാക്കോവനും വിസ്മയ മോഹൻലാലിനും ഒന്നും അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടായിരുന്നു. അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട
കുറെ ജനവിഭാഗങ്ങളാണ്. കാരണം ഈ ഒരു ഉദ്യോഗസ്ഥൻ കാരണം ഒരുപാട് അനുഭവിക്കും. മറുനാടൻ മലയാളിയുടെ ഓഫീസിലും ജീവനക്കാരുടെ വീടുകളിലും എത്തി അവരെ അങ്ങേയറ്റം ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും അവരെ വീട്ടുകാരെ 3-4 മണിക്കൂർ ഈ പോലീസ് വിളയാട്ടം നടത്താനും ഒക്കെ തന്നെ അവരെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിനെല്ലാം നേരത്തെ കൊടുത്ത ഇയാളായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെ എത്തിയപ്പം വിളിക്കുന്നുണ്ടായിരുന്നു. അല്ല, ഇതിനകത്ത് ഒരു കാര്യം ആലോചിച്ചോണം, ഇവരാരും ഒരു കേസിൽ പ്രതിയല്ല. മറുനാടൻ മലയാളി ഷാജൻ സ്കറിയയ്ക്കെതിരെ കള്ളക്കേസ് എടുത്ത് അത് പിന്നീട് ഈ ശ്രീനിജൻ എന്ന് പറയുന്ന മുൻ MLA പിന്നീട് അതിനകത്ത് പശ്ചാത്താപമുണ്ട്. അയാൾ പറഞ്ഞു എന്നെ വെച്ച് കളിച്ചതാണ് എന്ന് അയാൾ പലരോടും പറയേണ്ടി വന്നു. കാരണം എന്താണ്, അയാളെ വെച്ച് ഇവര് ഗൂഢാലോചന നടത്തി ഒരു ഇല്ലാത്ത കേസ് ഉണ്ടാക്കി. ആ കേസിന് വേണ്ടി ഇവർക്ക് ഒരുപാട് പേര് ഒത്താശ ചെയ്തു കൊടുത്തു. നിയമ സംവിധാനങ്ങളിൽ ഉൾപ്പെടെ ആ ഒരു ഒത്താശ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമ്മളെ എല്ലാം നെട്ടോട്ട് ഓടിക്കാവുന്നതിന്റെ പരമാവധി ഓടിച്ചു. മറുനാടൻ ഷാജന്റെ സുഹൃത്തുക്കള് വിദേശത്തു നിന്ന് വന്നവരെ വരെ ഇവർ അപമാനിച്ചു, അധിക്ഷേപിച്ചു. എല്ലാം ഇയാളുടെ ഒറ്റ കളിയായിരുന്നു. ഇനി ഏതായാലും വീട്ടിൽ പോയിരുന്ന് ഇത് ചെയ്തോണ്ടിരിക്കാം, അതാണ് നല്ലത്. വീട്ടിൽ പോയി ചൊറയും കുത്തിയിരിക്കാം, നമുക്ക് പറയേണ്ടിയിരിക്കുക. കാരണം ഞങ്ങളെ സംബന്ധിച്ചോളം വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം. കാരണം ഒരു വാർത്ത ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫലപ്രാപ്തി എത്തുകയാണ്. നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ് ഈ സാധുക്കളായ യുവാക്കളുടെ തലമണ്ട അടിച്ച് കീറുന്നത്. അടിച്ച് കീറിയതിന് ശേഷം അത് സംബന്ധിച്ച് SP കൊടുത്ത റിപ്പോർട്ട് അട്ടിമറിക്കുന്നു. അത് കൂടാതെ അതിനെക്കുറിച്ച് കോടതിയിൽ സമീപിച്ച് ആ യുവാക്കൾക്ക് വേണ്ടി കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഈ കേസ് ഡയറി തിരുത്തിയത്. അന്ന് ആലപ്പുഴ കേരള പോലീസിൽ സത്യസന്ധരും മര്യാദ കിടക്കുന്ന എത്ര ഉദ്യോഗസ്ഥന്മാരെ ദ്രോഹിച്ചിട്ടുള്ള എല്ലാവരും എന്തിനാ നമ്മൾ പറയുന്നു, എത്രയോ ഉദ്യോഗസ്ഥരെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ഇയാൾ സസ്പെൻഡ് ചെയ്തു. എത്രയോ ഉദ്യോഗസ്ഥരെ ഫോൺ ചോർത്തി, എത്രയോ ഉദ്യോഗസ്ഥരെ പെരുവഴിയിലാക്കി. അവരുടെ മുഴുവൻ ശാപങ്ങൾ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഈ കേരളത്തിലെ ഏറ്റവും പരമോന്നത പദവിയായ DGP സ്ഥാനത്തേക്ക് വരുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ സസ്പെൻഷനിലായത്. വകുപ്പ് തല അന്വേഷണമുണ്ട്. ഇയാൾ ADGP ആയിട്ട് തന്നെ വിരമിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇയാൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാതിരിക്കുകയാണ് അത് ചെയ്യേണ്ടത്. കാരണം ഇതുപോലത്തെ ക്രിമിനൽസ് ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കും. സർവീസും ടെർമിനേറ്റ് ചെയ്യണം, അതാണ് ചെയ്യേണ്ടത്. ഇത്തരം ആളുകളെ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി തേടിയിട്ട് കേന്ദ്രത്തിലെ ഇയാൾക്ക് വലിയ പിടിയുണ്ടെന്ന് തോന്നുന്നു. എങ്കിൽ പോലും IPS ഉദ്യോഗസ്ഥനും IAS ഉദ്യോഗസ്ഥനും പിരിച്ചുകൊണ്ടാൽ വേറെ വകുപ്പുകളുണ്ട്. എങ്കിൽ പോലും കേന്ദ്രത്തിൽ ഇയാൾക്ക് പിടിയുണ്ട്. കേന്ദ്രവും പിണറായി വിജയനുമായിട്ടുള്ള പാലമായിട്ട് വർത്തിച്ചിരുന്ന MR അജിത്കുമാറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം അട്ടിമറിച്ചത്. ശബരിമലയിൽ നിരപരാധികളായ ഭക്തജനങ്ങളെ അടിക്കാൻ ഇയാൾ നേതൃത്വം കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇയാൾ അവരെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് പോലീസ് അവിടെ ഇട്ട് ഭക്തരെ അടിച്ചത്. അതുപോലെ ADGP P. വിജയനാണ് പുണ്യം പൂങ്കാവനം എന്ന് പറയുന്ന പദ്ധതി ശബരിമലയിൽ കൊണ്ടുവന്നത്. ഈ പുണ്യം പൂങ്കാവനത്തെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പ്രശംസിച്ച് P. വിജയൻ ഒരു പ്രശംസ നൽകി എന്നുള്ളതിന്റെ ഒറ്റ കലിപ്പിനാണ് ഇയാൾ സസ്പെൻഡ് ചെയ്യിക്കാൻ കാരണമായത്. ചരിത്രം മാറി പറഞ്ഞു. P. വിജയൻ അവിടുത്തെ മുഖ്യ സംഘാടകനാണ്. ഇയാളെ പുണ്യം പൂങ്കാവനം അവസാനിപ്പിച്ചു. അയ്യപ്പനോടാണ് ഇയാൾ കളിച്ചതെന്ന് ഓർമ്മ വേണം. അയ്യപ്പനോട് കളിച്ചു, പുണ്യം പൂങ്കാവനം അവസാനിപ്പിച്ചു, വിജയനെ സസ്പെൻഡ് ചെയ്തു. അധികകാലം ഒന്നും ഓടിയിട്ടില്ല, നേരെ തിരിച്ചടിച്ചു. P. വിജയൻ സർവീസിൽ ഇയാൾക്ക് മുകളിൽ ADGP ആയിട്ട് വന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി. അദ്ദേഹം തന്നെ ശബരിമല പോലീസ് സ്പെഷ്യൽ ഓഫീസറായി മാറി. പുണ്യം പൂങ്കാവനോടെ പുനഃസ്ഥാപിച്ചു. ഇയാൾ ഈ തെറ്റ് ഈ റിപ്പോർട്ട് മാറ്റി വെച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായ രീതിയിൽ സർക്കാർ ശരിക്കും നീങ്ങണം. ഇയാൾ പൂജപ്പരപ്പ് കിടക്കേണ്ടി കൂടെ വരും. അല്ല, ഇയാൾക്കെതിരെ കേസെടുക്കണം. കാരണം ഈ പറയുന്ന കേസ്, ഇത് എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു നിയമപ്രശ്നമുള്ളത്. ഈ റിപ്പോർട്ട് ഇയാൾക്ക് വിളിച്ചു വരുത്താൻ ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ള നിലയിൽ അവകാശമുണ്ട്. എന്താണ് ലോക്കൽ പോലീസ് അന്വേഷിക്കുന്ന കേസാണെങ്കിൽ. അതുപോലെ ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസാണെങ്കിൽ ആ കേസും ഇയാൾക്ക് വിളിച്ചു വരുത്താം. ജില്ലാ ക്രൈംബ്രാഞ്ച് ഇദ്ദേഹത്തിന്റെ SP-യുടെ കീഴിലാണ്. അങ്ങേർക്ക് ഇത് വലിച്ചു. പക്ഷേ ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസാണ്. ഇയാൾ വിളിച്ചു വരുത്തി ഈ രേഖകൾ തിരിമറി നടത്തിയത്. ഈ മാറ്റി എഴുതാൻ പറഞ്ഞത്, ഈ കേസ് ഡയറി മാറ്റി എഴുതാൻ പറഞ്ഞത്. എന്നിട്ട് ആ പാവപ്പെട്ട ശ്രീകാന്തെന്നും ഗിരീഷെന്നും പറഞ്ഞ 2 ഗ്രേഡ് SI-മാരുടെ തലയിൽ ഇയാൾ വെച്ച് കെട്ടി. അവർ കരഞ്ഞുകൊണ്ടാണ് മൊഴി കൊടുത്തത് SITക്ക്. ഞങ്ങൾ നിർബന്ധിതരായി തീർന്നതാണ്. എന്നിട്ട് ഇയാൾ ഒന്നും അറിയാത്ത പോലെ, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ വയനാട്ടിലായിരുന്നു, എനിക്കിതൊന്നും അറിയില്ല. അത് തന്നെ എന്തൊരു മണ്ടത്തരാണ്. ഇയാളുടെ തലയിൽ ആൾതാമസം ഇല്ലെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം റിപ്പോർട്ട്. ഇയാളല്ല ഇപ്പോഴും കരുതിക്കുന്നത് പിണറായി എന്നോട് മുഖ്യമന്ത്രി എന്നാണ്. എന്തായാലും ഈ ഒരു കാരണം കൊണ്ട് മാത്രം രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ കയ്യടി കിട്ടും, VD സതീശന് വലിയ കയ്യടി കിട്ടും. ഇതെല്ലാം നിങ്ങൾ മുന്നോട്ട് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നടപടി തന്നെയാണ്. കാരണം പക്ഷേ ഇത് ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നു, നിങ്ങൾ അതിന് ശ്രമിച്ചിരുന്നു. ഇവിടുത്തെ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുന്നിട്ട് നിന്നുകൊണ്ടാണ് ഈ അജിത് കുമാർ എന്ന് പറയുന്ന ക്രിമിനൽ പോലീസ് ഓഫീസർ, ഏഷ്യാനെറ്റിനെതിരെ വ്യാജ പോക്സോ കേസ് എടുപ്പിച്ച ആളാണ്. ഏഷ്യാനെറ്റിന്റെ സിന്ധു സൂര്യകുമാറിനെ ഇവിടുത്തെ ഒരു മുൻ ജഡ്ജി സുദീപ് എന്ന് പറയുന്ന അയാൾ വളരെ മോശമായ ഭാഷയിൽ ചിത്രീകരിച്ചിട്ട് നിങ്ങളൊരു പെറ്റി കേസ് പോലും എടുക്കാതെ വിട്ടയച്ചവന്മാരാണ്. മറുനാടൻ മലയാളിയുടെ മുഴുവൻ ജീവനക്കാരെയും വീട്ടിൽ കയറി ഫോൺ പിടിച്ചുകൊണ്ട് പോയ അതിൽ ഒരു ഫോൺ മാത്രമേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ, എൻ്റേത് മാത്രം. അത് ഞാൻ ഇയാൾക്കെതിരെ പടപൊരുതാൻ പോയതുകൊണ്ട് മാത്രമാണ്. അങ്ങനെ എന്താണെങ്കിലും ശരി, ഇത്തവണ ഇയാൾ കുടുങ്ങി. ഇയാൾക്ക് ഇത് ഭീതി നേരത്തെ ഉണ്ടായിരുന്നു. കാരണം ഈ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതിൻ്റെ
ആ ഒരു പക CPI-ക്കാർക്കുണ്ട്. ഇത് പിണറായി വിജയൻ മാത്രമാണ് ഇയാളുടെ പ്രൊട്ടക്ടറായിട്ട് നിന്നിട്ടുള്ളത്. അത് പിണറായി വിജയന്റെ രഹസ്യങ്ങളൊക്കെ ഇയാൾ ചോർത്തിയത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല, അത് ശരിയായിരിക്കും. ഉണ്ടാവും. ഇയാൾ പിണറായി പറയാതെ സ്വപ്ന സുരേഷിന് അടുത്ത് പിന്നെ മധ്യസ്ഥത വഹിക്കാൻ പോയ ആളാണ്, വേറൊരു മാധ്യമപ്രവർത്തകൻ. ബുദ്ധിമുട്ടിലേക്ക് തന്നാൽ നമ്മളാണെങ്കിൽ വാർത്തയുടെ കൊടുക്കാൻ. എന്താണെങ്കിലും ശരി, ഇന്ന് ഈ അവസരത്തിൽ, ഈ വൈകിട്ട് ഈ സായാഹ്നത്തിൽ രാവിലെ ഒരാൾ ശബരിമല സ്വർണ്ണ മോഷണ കേസിൽ അറസ്റ്റ് ആകുന്നു. വൈകിട്ട് ഒരാൾ ഉമ്മൻചാണ്ടി കരയിച്ച ആള് ജയിലിൽ കയറും. വൈകിട്ട് ഒരാൾ ശബരിമലയിൽ പുണ്യം പൂങ്കാവനം പോലുള്ള പദ്ധതി അട്ടിമറിച്ച് അയ്യപ്പൻ ഏറ്റവും പ്രിയങ്കരനായ P. വിജയനെ കള്ളക്കേസിൽ കുടിക്കേണ്ട പേരിൽ ഇതാ ഇന്ന് പിന്നെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന് വിരമിച്ച ഒരുപാട് ഉദ്യോഗസ്ഥർ, ഡെയിലി എത്ര ഉദ്യോഗസ്ഥരാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, വിരമിച്ചതും സർവീസിലുള്ളതുമായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇന്ന് ആഘോഷ രാവുകയായിരിക്കും അവർക്ക്. കാരണം ഇങ്ങനെ ഒരെണ്ണം ഇയാൾക്ക് അത്യാവശ്യമായിരുന്നു. എന്താണെങ്കിലും ഈ സസ്പെൻഷൻ ഉണ്ടായതിൽ ഞങ്ങൾക്കുള്ള ആഹ്ലാദവും ഞങ്ങൾക്കുള്ള സന്തോഷവും മറച്ചു വെക്കുന്നില്ല.